ചിക്കൻ ചട്ടി പത്തിർ ആർക്കാണ് ഇഷ്ടമില്ലാത്ത പറയും. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്ത് ഞാൻ തന്നെ ഇന്ന് ചട്ടിപ്പത്തിർ ഉണ്ടാക്കിയതാണ്. എന്ത് പുതിയ ഫുഡ് കഴിച്ചാലും മറക്കാത്ത ടേസ്റ്റ് ആണ് ചട്ടിപ്പത്തിർ. അപ്പൊ ഇന്ന് ഞാൻ ചട്ടിപ്പത്തിർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽസ് ആയി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്ന മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ എല്ലാം ഇല്ലാത്ത 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ്, കുറച്ച് ടർമറിക് പൗഡർ, സോൾട്ട് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് എല്ലാം ഇല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് 15 മിനിറ്റ്സിൽ തന്നെ വെന്ത് കിട്ടും. ഇനി ചട്ടിപ്പത്തിർ ചപ്പാത്തി ഉണ്ടാക്കണം. ഞാനിവിടെ 2 കപ്പ് മൈദ മാവും കുറച്ച് സോൾട്ട് പിന്നെ വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ ചപ്പാത്തി ഡൂ ചെയ്തെടുക്കും. ഈ മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഡൂ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടുന്നവരെ ഇതൊന്ന് കൊഴിച്ചു കൊടുക്കണം. ഫൈനലി കണ്ടില്ല, ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ആയാൽ നന്നായി സ്മൂത്ത് ആവും. അപ്പൊ ഞാനിവിടെ ചപ്പാത്തി പരത്തി, ഞാനൊരു 5 ചപ്പാത്തിയാണ് മൈദ ചപ്പാത്തി പരത്തിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് ഇതിൻ്റെ ഒരു ഡ്രൈ ആക്കാൻ വേണ്ടി 10 സെക്കൻഡ്സ് ചുട്ടു കൊടുക്കണം. ഒരു സൈഡിൽ ചിക്കൻ ഒന്ന് വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് ഒരു സൈഡിൽ ആൻഡ് അനദർ സൈഡിൽ ഒരു 10 സെക്കൻഡ്സ്. ഈ ഒരു കൺസിസ്റ്റൻസിൽ മതിയാവും. ചപ്പാത്തി ഒരുപാട് തിക്കാക്കരുത്, തിന്നായാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ചപ്പാത്തി റെഡിയായി ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി ചട്ടിപ്പത്തിരി മസാല റെഡിയാക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്തു. ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യുമൻ സീഡ്സ് ആണ്. ഇതൊന്ന് ബ്രൗൺ കളർക്ക് ടേൺ ആയ ശേഷം ഇതിലേക്ക് 1.5 സവാള കട്ട് ചെയ്തിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിപ്പത്തിരിക്ക് സവാള ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർക്ക് ടേൺ ആവണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫൈനലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കോരിയൻഡർ ലീവ്സ് ആണ്. എനിക്ക് ഇതിൻ്റെ കോരിയൻഡർ ലീവ്സിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഒരു സൈഡിൽ ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ 10 സെക്കൻഡ് ചുറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തിനൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു സൈഡിൽ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. ഞാനിത് പഠിച്ചിട്ടുള്ളത് മലപ്പുറമിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിപ്പത്തിരി ചൂട് ചായത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇനി നമ്മൾ ചട്ടിപ്പത്തിരി മസാല ഒന്നിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ചപ്പാത്തിലേക്ക് എഗ്ഗ് ഡിപ്പ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ ചപ്പാത്തി ഡിപ്പ് ചെയ്തിട്ട് എഗ്ഗിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 ലെയർ ആവും ഞാൻ ഇതുപോലെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ഫൈനലായിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇത് ബാക്കി ആയിട്ടുള്ള ഈ എഗ്ഗിലേക്ക് കുറച്ച് നമ്മൾ കോറിയൻഡർ പൗഡർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതൊന്ന് 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഹാവിൽ വേവിപ്പിക്കണം. പക്ഷെ ഞാൻ ഈ ഒരു പാനിൽ തന്നെ വേവിപ്പിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് കരിയാത്ത രീതിയിൽ 15 മിനിറ്റ്സ് മാത്രമേ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഇനി ഒരു സൈഡും നമുക്കിതൊന്ന് വേവിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇതൊന്ന് കറങ്ങി പോകുന്ന ചാൻസസ് കൂടുതലാണ്. ജസ്റ്റ് 15 മിനിറ്റ്സ് മാത്രമാണ് ഇതിൻ്റെ ടൈമാണ് കേട്ടോ. ഉള്ളിൽ വേവുന്ന ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ആവി പോയാൽ മാത്രമേ മതിയാവും. കണ്ടില്ലേ, നമ്മൾ ചട്ടിപ്പത്തിരി റെഡിയായി. ഇനി ഇതൊരു കത്തി എടുത്തിട്ടൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, ചട്ടിപ്പത്തിരിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആണ്, ടേസ്റ്റിയാണ്. വാവ്, ഈ ചട്ടിപ്പത്തിരി കാണുമ്പോണ്ടല്ലോ സ്ട്രീറ്റ് ഫുഡ് ഓർമ്മ വരും. ചൂട് ചായത്തോടെ ഇത് കഴിക്കുമ്പോൾ വാവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ,